ഇപ്പോൾ ധാരാളം ആളുകൾ ഗുരു ദിവ്യനാഥ സൈരന്ധ്രി ദേവിയെ കാണണം, മിണ്ടണം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. പലരും വന്ന് ക്ഷമ യാചിക്കുന്നുണ്ട്. ഒരുപാട് പേര് ക്ഷമ ചോദിച്ചു വരുന്നുണ്ട്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ്. വാട്സപ്പിൽ ഇപ്പൊ കൂടി വന്ന് എഴുതിയിട്ടതാണ്. ധാരാളം ആളുകള് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് ധാരാളം. ഓരോരുത്തർക്കും ഞാൻ മറുപടി കൊടുക്കുന്നു. ഈ ദേശത്തെ തന്നെ ഉള്ള ആളുകള് ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നു. ഫാമിലിയായിട്ടും ഒറ്റയ്ക്കും അല്ലാതെയൊക്കെ വന്നോട്ടെ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നോളൂ എന്ന് പറയുന്നു. എൻ്റെ ക്യാമറയുടെ മുന്നിൽ നിൽക്കണം, ചാനലിൽ ഉണ്ടാകണം എന്ന് ഞാൻ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ എന്നും പറയുന്നുണ്ട് അവര്. അപ്പോൾ ക്ഷമ യാചിച്ച് വരുന്നുണ്ട്, അല്ലാതെ വരുന്നുണ്ട് ധാരാളം പേര്. അവരുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടായി. ഇനി ഞാൻ പറയുന്നത് ധ്യാനത്തെ കുറിച്ചാണ്. ധ്യാനം, ശരിയായ രീതിയിലുള്ള ധ്യാനം. ധ്യാനം എന്നാൽ എല്ലാം ധ്യാനം തന്നെയാണ്. നമ്മൾ നോക്കുന്നതും കാണുന്നതും കണ്ണടയ്ക്കുന്നതും എല്ലാം ധ്യാനത്തിൽ പെടുന്നതാണ്. എന്നാൽ നമുക്ക് ഒരിടത്ത് ഇരുന്ന് ധ്യാനിക്കാം, ഒരിടത്തിരുന്ന് ധ്യാനിക്കാം. അതാണ് ശരിയായ രീതിയിലുള്ള ധ്യാനം. നമ്മൾ നടക്കുമ്പോൾ ധ്യാനിക്കാം, ഒക്കെയും ധ്യാനിക്കാം, എങ്ങനെ വേണമെങ്കിലും. നടക്കുമ്പോൾ ധ്യാനിക്കാം എന്ന് പറയുന്നത് നടന്നുകൊണ്ട് ധ്യാനിക്കൂ എന്നതല്ല. നടക്കുന്നത് തന്നെ ധ്യാനത്തിൽ പെടുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. നടക്കുമ്പോൾ അതിൽ തന്നെ ലയിച്ച് നടക്കുമ്പോൾ അതൊരു ധ്യാനം തന്നെയാണ്. കാരണം അവിടെ ചിന്തകളില്ല, ഓർമ്മകളില്ല, ഒന്നുമില്ല. എന്നാൽ ഇരുന്ന് ധ്യാനിക്കുമ്പോഴേ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളെ വ്യക്തമാക്കാൻ കഴിയും. ധ്യാനത്തെക്കുറിച്ച് വളരെ മനോഹരമായും വളരെ വിശദീകരിച്ചും പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ഉന്നതമായിട്ട് നിൽക്കുന്ന ഒരാള് ഗുരുനാഥ സൈരന്ധ്രി ദേവി തന്നെയാണ്.